നമുക്ക് പേടി അല്ലെങ്കിൽ തന്നെ പേടിയാ. ആർക്കും പേടി, എല്ലാവർക്കും പേടി. കടുവുണ്ട്, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും പേടിയല്ലേ? ആനിന് മാത്രമല്ല, പാമ്പിനും പേടിയുണ്ട്, പേടിയുണ്ട്. എന്താ നമ്മുടെ ആവശ്യം? എല്ലാത്തിനും ഞങ്ങൾക്ക് പേടിയാ. ആ പേടി കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ട് ഇവിടെ വർത്താനം പറയുന്നത് സാറുമാരോട്. കളസരൊന്നും ഞങ്ങൾ പറയൂല. ഇവിടുത്തെ സംഭവം നടന്നത് മാത്രമേ. രാത്രിയിൽ നമ്മൾ ഏതെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും വാച്ചർമാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. വാച്ചർമാരെ വിളിച്ചാൽ വാച്ചർമാർ പറയും നമ്മളെ ഒരു ആപ്പാടുള്ള ഒരു വടി, ഒരു ലൈറ്റ് മാത്രമുള്ളത്. അവർക്ക് സുരക്ഷയ്ക്ക് ഒരു തോക്ക് പോലും, ഒരു കത്തി പോലും അവരുടെ അടുത്തില്ല. ഈ ഒരു വടിയും ഒരു ലൈറ്റും കൊണ്ട് മാത്രമാണ് ഈ രാത്രിയിൽ ഇവർ നടക്കുന്നത്. അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും നാളെ വന്ന് നോക്കാം, മറ്റന്നാൾ വന്ന് നോക്കാം എന്ന് പറയും. ഇപ്പൊ ഫോറസ്റ്റുകാർ ഇവിടെ തടഞ്ഞു വെച്ചപ്പോഴത്തേന് നോക്ക്, പോലീസുകാർ എത്ര പേരാ വന്നേക്കുന്നതെന്ന്. നമ്മൾ ഈ ജനങ്ങൾ എത്ര നാളായി ഇവിടെ കിടന്ന് ഈ കഷ്ടത അനുഭവിക്കുന്നത്. ഓരോ സർക്കാർ കയറുമ്പോഴും അവർ പറയും നൂതന മാർഗങ്ങളുണ്ട്, ശാശ്വതമായ പരിഹാരത്തിന് ഇത്ര കോടി നീക്കി വെച്ചിട്ടുണ്ട്. ഒരു കോടി നമുക്ക് വേണ്ട, നമുക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കണം. അത്രേ ഉള്ളൂ ആവശ്യം. ഞങ്ങൾക്ക് രാത്രി ഏതായാലും വേണം. അത് ഫോറസ്റ്റുമാരായാലും ശരി, ഗാർഡന്മാരായാലും ശരി, പോലീസായാലും ശരി, ആരായാലും ശരി വന്ന് നിൽക്കണം ഇവിടെ. നമുക്ക് കാവൽ നിൽക്കാൻ രാത്രിക്ക് പുറത്തിറങ്ങാണ്ട് അകത്ത് തന്നെ കൂടിയാൽ മതി. നമുക്ക് അത് പറ്റില്ല. അവിടെ മാടം അവിടെയുണ്ട്, പലയിടത്തും മാടമുണ്ട്. മാടം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് അവിടെ മാടമുണ്ട്. ഒരു സ്ഥിതി എങ്ങനെയാവും? ആരും കാണില്ല, ഞങ്ങൾ കാണില്ല, ആരും കാണില്ല. ഒറ്റ വന്നിട്ട് തട്ടി പോകും. അപ്പൊ ആരും പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ 5:30 ആയതുള്ളൂ. നിങ്ങൾ എന്ത് ഉത്തരവാദിത്തത്തിന്റെ ഉള്ളില് നിങ്ങൾ എന്താ വാച്ചിൽ സമയം നോക്കിക്കൊണ്ടായിരുന്നു? കറക്റ്റ് ആന എവിടെയെന്ന് ഇപ്പോൾ നമുക്ക് വിവരമില്ല. നേരത്തെ ഏറ്റവും അവസാനം ആനയുടെ സിഗ്നൽ ലഭിച്ചിരുന്നത് മണ്ണുണ്ടി കോളനിക്കും ഇരുമ്പനം കോളനിക്കും ഇടയിലായിരുന്നു. മണ്ണുണ്ടിയിൽ നിന്ന് ഫെലിക്സ് നമുക്കിപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, മിഷൻ ഇന്നുണ്ടാകില്ല എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ദൗത്യ സംഘത്തിന് ഏറ്റവും ഒടുവിൽ സിഗ്നൽ എവിടെ നിന്നാണ് ലഭിച്ചത്? ആന ഇപ്പോൾ എവിടെയാണുള്ളത്? അറിയാം, ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ കണ്ടെത്താൻ ഇതുവരെയും വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആ കാട്ടാനയെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം 2ാം ദിവസവും പരാജയപ്പെട്ടു. ഇന്നലെ അത്തരമൊരു ചെറിയ നീക്കം നടത്തിയെങ്കിലും അത് ഫലിച്ചില്ല. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ആനയെ പിടികൂടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ആന ഉണ്ടായിരുന്നത്, ഇന്നലെ മരണം സംഭവിച്ച വീടിന് സമീപത്തായാണ് ആന ഉണ്ടായിരുന്നെങ്കിൽ അവിടെ